ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെയേറെ നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്നലെ ഒരു ചെറിയ നോട്ടീസ് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. എനിക്ക് നമ്മുടെ സഭയിലെ ചെറുപ്പക്കാരെക്കുറിച്ച് അഭിമാനം തോന്നുകയാണ്. അച്ഛന്മാരെക്കുറിച്ചും ഒരു ആയിരക്കണക്കിന് ആൾക്കാർ ഏലിയ കത്തീഡ്രലിനകത്തും പുറത്തുമായി തിങ്ങി നിറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ എന്നെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു. കോട്ടയം സെൻറ്റർ അടക്കം 6 ഭദ്രാസനങ്ങളിലെ ചെറുപ്പക്കാരോട് മാത്രമേ വരാൻ പറഞ്ഞിരുന്നുള്ളൂ. കാരണം തുമ്പൻ ഭദ്രാസന ആഭിമുഖ്യത്തിൽ പത്തനംതിട്ടയിൽ ഇന്ന് റോഡ് ഉപരോധമോ ഒക്കെ ചെയ്തിരുന്നവോ ഇന്ന് പ്രത്യേകമായിട്ട് വളരെയേറെ വിജയകരമായിരുന്നു. എല്ലാവരും കൂടെ തിരുവഞ്ചൂരിൻ്റെ ഓഫീസിൻ്റെ അവിടേക്ക് പോയി കുറച്ചു നേരം പള്ളിയിലിരുന്നതിന് ശേഷം അവിടെ പോയി നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. മന്ത്രി അതിനകത്തുണ്ടായിരുന്നു. മന്ത്രിക്ക് നമ്മെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കാണണ്ട. ഏതായാലും അത് വിജയമായിരുന്നു. പ്രത്യേകിച്ച് അച്ഛന്മാരെ അഭിനന്ദിച്ചാലേ ഒക്കെ ഉള്ളൂ. ആ ഭദ്രാസനങ്ങളിലെല്ലാം തിരുമേനിമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. യുവാനിയോസ് തിരുമേനിയുടെ ആരോഗ്യസ്ഥിതി നമുക്കറിയാവുന്നതുകൊണ്ട് തിരുമേനി, പക്ഷേ പരിശുദ്ധ ബാവായിക്ക് ഇപ്പോഴത്തെ നിരാഹാര വ്രതത്തെക്കുറിച്ച് ആശങ്കയുള്ളതുകൊണ്ട് അതെത്രയും ഭംഗിയായി വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നല്ലൊരു സംഖ്യം ആൾക്കാർ അവിടെ കൂടുവാൻ ഇടവന്നത്. ഞാൻ അതിൻ്റെ ബാവായുടേതായ പ്രത്യേക നന്ദിയും സ്നേഹവും ആത്മീയ മക്കളെ അറിയിക്കുകയും ചെയ്തു. ഒരു കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു എന്ന് ഇന്നത്തെ ചില നാടകത്തിൽ നിന്ന് തോന്നുന്നുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നിട്ട് പറഞ്ഞു, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും. നമുക്ക് കളങ്കമില്ലായ്മ മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ലായ്മയായി പോകുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ വട്ടം കറക്കായിരുന്നു ഗവൺമെൻറ് ചെയ്തതെന്ന് യാതൊരു സംശയവുമില്ല. നമ്മൾ ഇനി ഇങ്ങനെ തൂങ്ങിയിരുന്നൊരു കാര്യമില്ല. ആരെയും പോയി തല്ലാൻ കൊല്ലാൻ ഞാൻ പറയില്ല, ഒരിക്കലും പാടില്ല. ആത്മീയമായി മാത്രമേ പ്രവർത്തിക്കാവൂ. പക്ഷേ ഇന്ന് തൊട്ടുള്ള നാടകം, പ്രത്യേകിച്ച് കളക്ടർ ഭാഗത്തു നിന്നുള്ളത് ഭയങ്കര ചതിയാണ്. ഈ ചതി നമ്മൾ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. ഇന്ന് വിഘടിത നേതാവിൻ്റെ പ്രസ്താവന ടി വിയിലുണ്ടായിരുന്നു, കേട്ടു. കോടതിക്ക് പണം കൊടുത്താൽ എന്ത് വിധിയും കിട്ടുമെന്ന്. ഇതുവരെ കോടതി നടപ്പാക്കേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇപ്പം കോടതി അലക്ഷ്യം കൂടി പറഞ്ഞു തുടങ്ങി. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഒരു ഗവൺമെൻറ് ഈ നാട്ടിലുണ്ടെന്ന് പറയുന്നത് ഇതിൽ കഴിഞ്ഞൊരു നാണം കെട്ട ഏർപ്പാട് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഈ സ്വതന്ത്ര ഭാരതം എങ്ങനെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയ്ക്ക് നീചമായ രീതിയിൽ നീതിയും വേണ്ട, ന്യായവും വേണ്ട, ഭരണവ്യവസ്ഥയും വേണ്ട, ഒന്നും വേണ്ട. എന്നാൽ പിന്നെ കോടതിക്ക് പണം കൊടുക്കുന്നതിനാ? അവർക്ക് ശമ്പളം കൊടുക്കാതെ വിട്ടേച്ച് രാഷ്ട്രീയം മാത്രം പോരെ, കുറേ ഗുണ്ടകളെ പോരെ. TM വർഗീസിനെ പോലുള്ള മഹനീയമായ ആൾക്കാരെ കൊന്നവരെ പോലെ കൊല്ലാൻ കുറേ ഗുണ്ടകളെ നമ്മൾ വളർത്തിയാൽ മതിയെന്ന് പറയുകയാണെങ്കിൽ ഗുണ്ടകളെ നമുക്ക് വളർത്താം. ഗവൺമെൻറ് പറയട്ടെ ഗുണ്ടകളെ വളർത്താൻ. പോലീസും വേണ്ട, നമുക്ക് പട്ടാളവും വേണ്ട. ഈ കേരളത്തിൽ എന്ത് നീതിയാണ് നടക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ ഇത് പറയാൻ ഉദ്ദേശിച്ചതല്ല. സന്ധ്യാനമസ്കാരം കഴിഞ്ഞതാണ്. ഞാനിത് പറയാനായിട്ട് കുർലോസ് തിരുമേനിയുണ്ട്. എൻ്റെ വിഷമത്തിൻ്റെ ഇതുകൊണ്ട് പറഞ്ഞാൽ ഇന്ന് കാലത്തോട്ട് പറ്റിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാനാ മണ്ടൻ എന്നാണ് വിചാരിച്ചിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരും തിരുമേനിമാരും എന്നേക്കാൾ മണ്ടന്മാരാണോ എന്ന് എനിക്കിന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു എല്ലാം അതുമായിട്ട് വിഴുക്കാറുള്ള ഞാനാന്നാ. ഇന്ന് കാലത്തെ തൊട്ട് നമ്മളെ വട്ടം കറക്കുകയായിരുന്നു. ഇങ്ങനൊരു കളക്ടറെ നട്ടലിൽ ഊരി വെച്ച് വാഴത്തണ്ടാണോ അവിടെ നട്ടലിൽ സ്ഥാപിച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് ഉമ്മൻചാണ്ടിയെ സ്നേഹമാണ്, ബഹുമാനമാണ്. അദ്ദേഹത്തിനും അത് തന്നെയാണ് കുഴപ്പം. അദ്ദേഹത്തിന് നട്ടലുമില്ല വാഴത്തണ്ടുമില്ലെന്ന് തോന്നുന്നു. ഈ അവസ്ഥയിൽ അങ്ങനെ അഭിമാനം ഉണ്ടായിരുന്നു, നല്ലൊരു ഭരണാധിപനാകുമ്പോൾ. ഇതൊന്നും ഇല്ലാത്തൊരു ദയനീയമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഭരണ വ്യവസ്ഥിതി ഇത് നമുക്ക് മാറ്റി കിട്ടിയാലേ ഒക്കെ ഉള്ളൂ. പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കണം, ദൈവാത്മാവോട് ചിന്തിക്കണം. നമ്മൾക്ക് എവിടെയൊക്കെ പഴയ്ക്കുന്നുണ്ട്, നീ പഴയ്ക്കാൻ പാടില്ല. കോട്ടയത്ത് ഇവിടെ ചെറുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട്, അന്തിമമാവുന്ന ഒരു സമരത്തിന് ഞങ്ങൾ കൂടെയുണ്ടെന്ന്. അവരുടെ വീതി ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ്, നമുക്കിത് അന്ത്യമായി കണ്ടേ അടങ്ങാവൂ. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയാൽ പോരാച്ചാ. ഞാനും കൂടെ കിടക്കാം, ഞാൻ കുറച്ച് ചെറുപ്പക്കാരും കിടക്കാൻ ഒരുക്കുവാ. ഈ ഉപവാസമരം വ്യാപിക്കണം. ഇവർക്കിത് ആവശ്യമെങ്കിൽ അങ്ങനെയാവട്ടെ.
രണ്ടാമത് വേറൊരു കാര്യം എനിക്ക് നിങ്ങൾ എനിക്ക് വേറൊരു സന്തോഷമുണ്ട് കേട്ടോ. ഇതിനല്ല, തിരുമേനി കിടക്കുന്നതിലല്ല. ഒരു പുൽപ്പായും എടുത്തിട്ട് ഞാനും കുറച്ച് പേരും കൂടെ പോയി പള്ളിയുടെ വാതുക്കൽ ഇരുന്നാൽ പള്ളിയിൽ വീതം കിട്ടുമെങ്കിൽ എനിക്ക് സന്തോഷമായി. എൻ്റെ അങ്കമാലി ഭദ്രാസനത്തിൽ ഒരു 75 പള്ളി അങ്ങനെ കിട്ടും. എൻ്റെ അങ്കമാലിയിൽ എൻ്റെ ആത്മീയ മക്കൾ എടുത്തുപോണ്ട്, അവർക്കത് സമ്മതമാണ്. ശരിയല്ലേ? അവർ പറയുന്നത് ശരിയാണ്. അതെന്ന് വേണമെന്ന് ആലോചിക്കേ വേണ്ടു. കുറുപ്പമ്പടി മുതൽ ഒരു 75 ദേവാലയങ്ങളിൽ എനിക്കങ്ങനെ ആൾക്കാരുള്ളവരുണ്ട്. ഒരു വിശാല മനുഷ്യൻ, ദൈവത്തെ ഭയന്നിരുന്ന ഒരു ശക്തനായ, ലോകം മുഴുവൻ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി കേസിൻ്റെ വിധി വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നതാണ്. അവിടെ നിന്നൊക്കെ വന്ന അപകടം. അത് നമുക്ക് മാറ്റിയെടുക്കണം. ഈ അടുത്തിടെ ഒത്തുതീർപ്പ് കമ്മിറ്റിക്കാരുണ്ടായിരുന്നല്ലോ. ഒത്തുതീർപ്പ് കമ്മിറ്റിക്കാരെല്ലാവരും കൂടി സെമിത്തേരികളിൽ പ്രവേശിപ്പിക്കാൻ തെറ്റെന്നൊക്കെ പറഞ്ഞു. ആദ്യം നമ്മുടെ വിഘടിത നേതാവും കൈയടിച്ച് പാസ്സാക്കിയതാണ്. അപ്പം ഞാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എൻ്റെ പ്രിയപ്പെട്ട ഒരു വലിയ കുഞ്ഞാടുണ്ട്. കുഞ്ഞാടിനോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യമേ ഉള്ളൂ, സെമിത്തേരികൾ പ്രവേശനം സന്തോഷമാണ്, പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരുടെ അടക്കത്തിന് എനിക്കും കയറണം. നമ്മുടെ പള്ളികളിൽ അവർ കയറുകയും അവരുടെ പള്ളികളിൽ എനിക്ക് കയറാൻ പറ്റാതെയും ചെയ്യാൻ വന്നാൽ നടക്കൽ കേട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹം അത് അവിടെ പോയി പറഞ്ഞു. അത് പറഞ്ഞൊരു പിറ്റേ പ്രാവശ്യം ചർച്ച അലസി. ഇത് തന്നെ എപ്പോഴും നടക്കുന്നത്. ആയിക്കോട്ടെ, ഒരു പുൽപ്പായം എടുത്തിട്ട് പള്ളിയുടെ മുറ്റത്ത് പോയിരുന്നാൽ എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെങ്കിൽ ഗവൺമെൻറ് എനിക്ക് തരട്ടെ. ഞാൻ അതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാണ്. എൻ്റെ ഭദ്രാസനത്തിന് പറ്റിയ ചെറുപ്പക്കാരുണ്ട്, പ്രവർത്തകരുണ്ട്. ഞങ്ങളത് ചെയ്തിരിക്കും. ഇത് സത്യമാണ്.